ഇല്ല, ഇങ്ങനത്തെ ഒന്നും പറഞ്ഞിരുന്നില്ല. എൻ്റെ വളരെ കൂളായിട്ടാണ് സംസാരിക്കുന്നത്. ഡിവോഴ്സിൻ്റെ കാര്യങ്ങളുമാണെങ്കിൽ തന്നെ അവൾ ഹാൻഡിൽ ചെയ്തോളാം, നിങ്ങളാരും ഇടപെടേണ്ട കേസില്ല. ഞാൻ അത്രയും കോൺഫിഡൻസോടു കൂടിയാണ് എന്നോട് സംസാരിച്ചിരുന്നത്. ഞാൻ ഇടപെടാമെന്ന് പറയുമ്പോഴും എനിക്ക് വേണ്ട, ഞാനത് സോൾവ് ചെയ്തോളാം, അതിൽ ആരെയും ഇടപെടിച്ചിരുന്നില്ല. ആ വോയിസ് ക്ലിപ്പൊക്കെ കേട്ടാൽ തന്നെ അറിയാമായിരുന്നല്ലോ. അത്രയും കോൺഫിഡൻസോടുകൂടി അവൾ പറയുന്നത്. അപ്പം പിന്നെ നമുക്ക് എങ്ങനെ ഒരു ചാൻസ് കിട്ടുക? പിന്നെ ഞാൻ എത്തിപ്പെടാൻ പറ്റുന്നൊരു സ്ഥലവുമല്ല. പിന്നെ എൻ്റെ അളിയൻ്റെ സഹായത്തോടുകൂടി ഞാൻ സംസാരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ വൈഫാണ് സൗമ്യ, ശ്രീജിത്ത് പുള്ളിയുടെ പേര്. അപ്പോൾ അവരും ഷാർജയിൽ തന്നെ, തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നത്. അതായത് ഏകദേശം ഒരു 10-20 മിനിറ്റ് ഉള്ളൂ. അവർ ത്രൂവും ഞാൻ കൺവിൻസ് ചെയ്യാൻ നോക്കി. അപ്പം തയ്യാറായിരുന്നില്ല. പിന്നെ ഇപ്പം ലാസ്റ്റ് സമയത്താണ് അറിയുന്നത്, മനോജ് വക്കീലിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലീഗൽ വശങ്ങൾ നിൽക്കാൻ വേണ്ടി. പിന്നെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ എന്തെങ്കിലും ആ ലാസ്റ്റ് നിമിഷത്തെ ആരെങ്കിലും പ്രൊവോക്ക് ചെയ്തിട്ടാണോ എന്നുള്ളത് സംശയം എനിക്ക് നല്ലപോലെ ഉണ്ട്. പക്ഷെ എനിക്ക് ആരോടും അത് ചോദിക്കാൻ പറ്റിയിട്ടില്ല. സംസാരിച്ചിട്ടില്ല. അല്ല, എനിക്ക് ഇത് കഴിഞ്ഞിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഇവർ വഴക്ക് കൂടുമ്പോൾ ഞാൻ ഇവരെ രണ്ടുപേരും കുറച്ച് നാൾ മാറി താമസിക്കുന്നുള്ള രീതിയിൽ വിഭജിനെ നാട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചാണ്. വീണ്ടും ഇദ്ദേഹം ഇവർ തമ്മിൽ മെസ്സേജ് അയച്ചു, വീണ്ടും ഞങ്ങൾക്ക് ഒന്നിച്ചിരിക്കണം, ഒരവസരം കൂടെ തരാനാണ് പറഞ്ഞത്. അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കില്ല.